നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉരുളക്കിഴങ്ങ് കൊണ്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പ്രധാനമായും വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് നന്നായി ക്ലീൻ ചെയ്ത് സ്കിന്നൊന്ന് വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലോട്ടൊന്ന് വേവിച്ചെടുക്കണം. ഉപ്പ് ചേർക്കാതെ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടക്കും വിധം വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിലടിച്ച ശേഷം പ്രഷറെല്ലാം ഒന്ന് സെറ്റിലാവും വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങെല്ലാം നന്നായി സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ചേരുവകൾ കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ സ്നാക്ക് ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് 3 ടീസ്പൂൺ നിറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരമായിട്ട് 3 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്താലും മതിയാവും. അതുമല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വീതം കോൺഫ്ലോറും അരിപ്പൊടിയും മിക്സ് ചെയ്ത് ചേർത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സവാള ഇതുപോലെ വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനും എരിവിനുമായിട്ട് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ 3 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറവുള്ള ഉപ്പ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായി ഉടച്ചിട്ട് വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കയ്യിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമ്മുടെ ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ പോലെ റൗണ്ടായിട്ടോ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ കുറഞ്ഞ ഓയിൽ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ സ്ക്വയർ ആയിട്ടാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം ഇതുപോലെ 2-3 ഭാഗമായി ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പീസായി എടുത്ത് ഇതുപോലെ സൈഡെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. എല്ലാം ഇതുപോലെ ഏകദേശം ഒരു ഷേപ്പായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇത് നമുക്ക് ഓയിലിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ ഏതിൽ വേണമെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ ഓരോന്നായി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ ഓയിലൊഴിച്ച് ഡീപ് ഫ്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊഴിച്ചൊന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനിടയിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്നാക്കെല്ലാം പാകത്തിനൊന്ന് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കൂടുതൽ ക്രിസ്പി ആവുന്നത് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ക്രിസ്പിയായി കിട്ടും വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത ശേഷം അടുത്ത സൈഡ് കൂടി ഒന്ന് ക്രിസ്പിയായി കിട്ടും വരെ ഇതേ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്നാക്കെല്ലാം നന്നായി ഒന്ന് ഫ്രൈ ആയി ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാവുന്ന ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരത്തെ ചായക്കൊപ്പം ഇതുപോലെ സോസിലൊക്കെ ടിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമ്മുടെ ക്രിസ്പി പൊട്ടറ്റോ സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ റെസിപ്പികൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ മതി. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.